empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. Hello guys, welcome back to my channel Plzz. എല്ലാവരും Plzz പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫോൺ കൂളർ ആണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവും. അപ്പോൾ ആ ഹീറ്റ് നമ്മുടെ മൊബൈലിന്റെ മദർ ബോർഡ് അതുപോലെ തന്നെ ബാറ്ററി ഒക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ നിസ്സാരമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു ഫോൺ കൂളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൻ ആവശ്യം ചെയ്ത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ആദ്യം തന്നെ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പ്ലൈവുഡ് ആവശ്യമുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മൊബൈലിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ചെറുതാക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് 9 വോട്ടിൻ്റെ ഒരു സെല്ല് ആവശ്യമുണ്ട്. ഇവിടെ ഹൈ വാട്ടിൻ്റെ സെല്ലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കണക്ടർ ഉണ്ടെങ്കിൽ ഇവിടെ കണക്ടർ ചെയ്തത്, നമ്മൾ കണക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് 2 വയർ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത നമുക്കൊരു 1 വേ സ്വിച്ച് ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ 3 ലെഗ് 2 വേ സ്വിച്ചാണ് 3 ലെഗ് കാണിക്കുന്നത്. 1 ലെഗ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമുക്ക് 1 വേ സ്വിച്ചാണ് ആവശ്യം. അടുത്തായിട്ട് നമുക്കൊരു സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്വിക്ക്, പിന്നെ നമുക്കൊരു മെയിനായിട്ടുള്ളൊരു ഫാൻ ആവശ്യമുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് കൂൾ ചെയ്യുന്ന ഈ ഒരു ഫാനാണ്. ഇവിടെ ഈ കൂൾ ചെയ്യുന്ന ഈ ഒരു ഫാനാണ് നമ്മൾ പുറത്തുള്ള എയറിനെ അബ്സോർബ് ചെയ്ത് മൊബൈലിലോട്ട് കൂൾ ചെയ്യുന്ന ഈ ഒരു ഫാൻ. അപ്പോൾ ഇത് മേടിക്കാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പും പിന്നെ കുറച്ച് വയറും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പ്ലൈവുഡ് അതുപോലെ തന്നെ ഇതിൽ ഫാനായിട്ടൊന്ന് കണക്ട് ചെയ്യണം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എയർ ത്രോ ഉള്ള ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് വരേണ്ടുള്ളത്. അപ്പോൾ എയർ ത്രോ ഉള്ള ഭാഗം നോക്കിയാണ് നമ്മളിത് സൂപ്പറിൽ വെച്ച് ഒട്ടിക്കേണ്ടുള്ളത്. എയർ അല്ലെങ്കിൽ പിന്നെ അത് കൂൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിത് അറ്റാച്ച് നമ്മുടെ സൂപ്പർ ലോൺ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ സൂപ്പർ ഇവിടെ നിന്ന് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് സൂപ്പർ ലോൺ തേച്ച് കൊടുക്കും. പക്ഷേ അപ്പോൾ കുറച്ച് നല്ലതായിട്ട് തേച്ച് കൊടുക്കുക, എന്നാലും അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. പക്ഷേ അപ്പോൾ നമ്മൾ ഫാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് സെല്ലിലേക്ക് വരാം. സെല്ല് നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഫാനിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സെല്ലും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ അപ്പോൾ നമുക്ക് അടുത്ത് സ്വിച്ചും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കണം. നമ്മൾ സെല്ല് കണക്ട് ചെയ്തപ്പോൾ നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചാണ് സ്വിച്ചും കണക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ സ്വിച്ചിൻ്റെ കുറച്ച് വയറൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടി ചെയ്യേണ്ടി പിന്നെ കണക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. നമുക്ക് ഇപ്പോഴേ കണക്ട് ചെയ്തിട്ടങ്ങ് ഫിക്സ് ചെയ്യാം. ആദ്യം തന്നെ വയർ വെച്ച് കുറച്ചൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സൂപ്പർ വെച്ച് സ്വിച്ചും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ അപ്പോൾ ഫാനിൻ്റെ തൊട്ട് വലതുവശത്താണ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്ത നമുക്ക് കണക്ഷനിലേക്ക് വരാം. നമുക്ക് ആദ്യം തന്നെ ഫാനിൻ്റെ പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവായിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. ശേഷം നമുക്ക് സ്വിച്ചിൻ്റെ ടെർമിനലെടുത്ത് ഫാനിൻ്റെ നെഗറ്റീവ് ടെർമിനലോട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് സ്വിച്ചിൻ്റെ മറ്റേ ടെർമിനലെടുത്ത് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കണക്ഷൻ. ശേഷം നമുക്ക് കണക്ഷൻസ് എല്ലാം നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഷോർട്ട് ആവും. അപ്പോൾ നമുക്ക് എല്ലാം ഇൻസുലേറ്റ് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. ശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കാം. സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. സ്വിച്ച് ഓണാക്കി നോക്കാം. നമ്മുടെ എയർ ത്രോ ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. എയർ ഫ്രണ്ടിലോട്ട് ത്രോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോണിലെല്ലാം കൂളാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോൺ കൂളർ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുള്ള തണുത്ത വായുവിനെ ഫാൻ അബ്സോർവ് ചെയ്ത് നമ്മൾ മൊബൈലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ നല്ല കൂളാകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടൊന്ന് പറയണം, നമ്മൾ ഒന്നുകൂടെ പറഞ്ഞാണ്. നമ്മളെ ചാനൽ കാര്യമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.